നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ കരിയർമാരാക്കി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വിലസുകയാണ്. നാട്ടിലേക്കുള്ള ടിക്കറ്റും വൻ പ്രതിഫലവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ നൽകിയാണ് ഇവർ സ്വർണ്ണക്കടത്തിനായി സാധാരണക്കാരായ പ്രവാസികളെ ആകർഷിക്കുന്നത്. വിമാനത്താവളം വഴി തകൃതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിവിദഗ്ധമായി കടത്താൻ ശ്രമിക്കുന്ന ഒട്ടുമിക്കതും പിടികൂടാറുണ്ട്. വിദഗ്ധ പരിശോധനയിലൂടെയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലൂടെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയിലൂടെയും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒന്നും രണ്ടും പേരല്ല, 5 അംഗ പ്രവാസി കുടുംബം തന്നെ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായിരിക്കുകയാണ്. നേരത്തേക്ക് നമുക്കറിയാം, പല വാർത്തകളിലും സുഹൃത്തുക്കളുമായി ചേർന്നും അല്ലാതെയും ഒക്കെയാണ് ആളുകൾ സ്വർണം കടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കുടുംബത്തിലെ 5 പേരാണ് സ്വർണം കടത്തിയിരിക്കുന്നത്. ഇവർ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സ്വർണം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. ദുബായിൽ നിന്നും വന്ന കുടുംബം ബാഗേജുകളിലാണ് സ്വർണം കടത്തിയത്. കോഴിക്കോട് സ്വദേശിയായ സാദിഖിന്റെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കടത്ത് നടന്നത്. സാദിഖിനെയും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. റിങ്ങുകളായും ചെയിനുകളുമായി 33 ലക്ഷം രൂപ വില വരുന്ന 619 ഗ്രാം സ്വർണമാണ് ഇവർ കൊണ്ടുവന്നത്. ബാഗേജുകൾ സ്ക്രീനിംഗ് നടത്തിയപ്പോൾ സംശയം തോന്നിയതിനാൽ വിശദമായി പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് സ്വർണം കണ്ടെത്തിയത്. താക്കോൽ കൂട്ടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 27 സ്വർണ്ണ മോതിരവും ചെയിനുകളും. ബാഗേജുകൾക്കുള്ളിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ താക്കോൽ കൂട്ടം പരിശോധിച്ചപ്പോഴാണ് സ്വർണമാണെന്ന് കണ്ടെത്തിയത്. 1/2 കിലോയോളം തൂക്കം വരുന്നതാണ് പിടികൂടിയ സ്വർണമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി യാത്രക്കാരിൽ നിന്ന് സ്വർണം പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശക്തമാക്കിയിരുന്നു. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 26 ലക്ഷം രൂപയുടെ സ്വർണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയത്. അബുദാബിയിൽ നിന്ന് എത്തിയ മുഹമ്മദ് റാഷിമാണ് 499 ഗ്രാം സ്വർണം 4 ചെയിനുകളുടെ രൂപത്തിലാക്കി ഒളിപ്പിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 61 ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 995 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. റിയാദിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റിഷാദിൽ നിന്നാണ് ഇത്രയധികം സ്വർണം കസ്റ്റംസ് കണ്ടെടുത്തത്. ഏതായാലും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പ്രവാസികളെ കരിയർമാരാക്കി വൻ പ്രതിഫലങ്ങളൊക്കെ നൽകിയാണ് ഇവരെ ഇതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ ഇവർ പലപ്പോഴും കുടുങ്ങുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം വിമാനത്തിലെ ശുചിമുറിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.